എത്രയും സ്നേഹ ബഹുമാനമുള്ള യൂട്യൂബ് കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശിവകുമാർ നെയ്യാറ്റിൻകര. 2022 മെയ് മാസം 12-ാം തീയതി മുതൽക്കാണ് യൂട്യൂബ് തുടങ്ങിയത്. ഹൃദ്രോഗം, ഡയബറ്റിക്, പൈൽസ്, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഇവയെല്ലാം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. 2022 ജനുവരി മാസം 26-ാം തീയതി ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. 90% 82% 2 ബ്ലോക്കുകൾ മാറ്റി. മാർച്ച് മാസമായപ്പോഴേക്കും ഞാൻ തീരെ അവശനായി. കാരണം ഈ അസുഖങ്ങളെല്ലാം കൂടെ കഴിച്ചിരുന്ന അലോപ്പതി ഗുളികകൾ തന്നെയാണ്. ഉറക്കം തീരെ നഷ്ടപ്പെട്ടു. വയറിന് അസഹ്യമായ വേദന, മോഷൻ കൃത്യമായി പോകാത്ത അവസ്ഥ. ഡോക്ടറെ കണ്ടപ്പോൾ ഗ്യാസിനുള്ള ഗുളികയും ഉറക്ക ഗുളിക എഴുതി തന്നു. ഉറക്ക ഗുളിക കഴിച്ച് ഉറങ്ങുവാൻ തുടങ്ങി. ആകെ അവശനായി. സ്റ്റെപ്പുകൾ കയറുവാനോ 50 മീറ്റർ തികച്ച് നടക്കുവാനോ കഴിയാത്ത അവസ്ഥ. ആത്മഹത്യയ്ക്ക് വരെ ആലോചിച്ച സമയം. ആകെ അസ്വസ്ഥനായി കഴിയുമ്പോഴാണ് മെയ് മാസം 8-ാം തീയതി നമ്മുടെയെല്ലാം പ്രിയങ്കരനായ വോൾഫിൻ്റെ അംബാസഡർ കൂടിയായ കൊല്ലം തുളസി സാറിൻ്റെ ഒരു വാട്സപ്പ് മെസ്സേജ് കാണാനിടയായി. അതിൽ യൂറിൻ തെറാപ്പി പുസ്തകത്തെക്കുറിച്ചും പരാമർശിച്ചിരുന്നു. അന്നു തന്നെ സെക്രട്ടേറിയറ്റ് സമീപമുള്ള മാതൃഭൂമി ബുക്സിൽ നിന്നും യൂറിൻ തെറാപ്പി പുസ്തകം വാങ്ങി വായിച്ചു. 12-ാം തീയതി പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള സിസ്റ്റർ കാതലിനെ വിളിച്ചു. അവർ ഏതാണ്ട് അരമണിക്കൂറോളം സംസാരിച്ചു. യൂറ്റിയെക്കുറിച്ചുള്ള ആദ്യത്തെ ക്ലാസ്സായിരുന്നു അത്. അന്ന് തന്നെ യൂറ്റി സ്റ്റാർട്ട് ചെയ്തു. 14, 15 തീയതികളിൽ യൂറിൻ തെറാപ്പിയുടെ ദേശീയ സമ്മേളനം നടക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. 2 ദിവസത്തെ സമ്മേളനത്തിൽ വളരെ ബുദ്ധിമുട്ടി യാത്ര ചെയ്ത് പങ്കെടുത്തു. നാരായണ മാഷ്, കൊല്ലം തുളസി സാർ, വിജയൻ സാർ തുടങ്ങിയ അനേകം പേരെ പരിചയപ്പെടുവാനും ഒരുപാട് അനുഭവങ്ങൾ അറിയാനും പഠിക്കുവാനും കഴിഞ്ഞു. 15 ദിവസമായപ്പോൾ തന്നെ ഉറക്ക ഗുളികകൾ പൂർണ്ണമായി നിർത്തി. മാത്രമല്ല, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഉണ്ടായിരുന്ന കറുത്ത പാടുകൾ മാറി വരുന്നതായി കാണപ്പെട്ടു. ഇപ്പോൾ ശരീരത്തിലുള്ള പാടുകൾ 90% മാറി. മുഖത്ത് നെറ്റിയിൽ മാത്രം കുറച്ച് കറുത്ത പാടുണ്ട്. അതും മാറി വരുന്നതായി കാണുന്നു. യൂറിൻ തെറാപ്പി തുടങ്ങി 20 ദിവസം കഴിഞ്ഞപ്പോൾ 3 ദിവസം തുടർച്ചയായി യൂറിൻ ഉപവാസം അനുഷ്ഠിച്ചു. 45 ദിവസമായപ്പോൾ തന്നെ കഴിച്ചുകൊണ്ടിരുന്ന ഗുളികകൾ പൂർണ്ണമായി നിർത്തി. ഇൻസുലിൻ്റെ അളവും കുറച്ചു. എല്ലാ ദിവസവും പഴകിയ യൂറിൻ ഉപയോഗിച്ച് മസാജ് ചെയ്യാറുണ്ട്. എല്ലാ വാവു ദിവസങ്ങളിലും യൂറിൻ ഉപവാസം അനുഷ്ഠിക്കുന്നുമുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി കുഴിഞ്ഞ കസേരയിൽ പഴകിയ യൂറിൻ ഒഴിച്ച് അരമണിക്കൂറോളം സമയത്തിൽ ഇരിക്കുകയും ഇരുന്നുകൊണ്ട് തന്നെ മസാജ് ചെയ്യുകയും ചെയ്യും. ആഴ്ചയിൽ 1 ദിവസം യൂറിൻ എനിമ എടുക്കുന്നുണ്ട്. ഇപ്പോൾ പൈൽസിൻ്റെ അസുഖവും മലബന്ധവും പൂർണ്ണമായി മാറി. എടുത്തു പറയുവാനുള്ള മറ്റൊരു കാര്യം, ഇടത് കക്ഷത്തിന് താഴെയായും അടിവയറിലും ചെറിയ 2 ചാരുണ്ണികളുണ്ടായിരുന്നു. യൂറിൻ തെറാപ്പി തുടങ്ങി 4 മാസമായപ്പോഴേക്കും അവ രണ്ടും ഇല്ലാതായി. ഇടത് മുലക്കണ്ണിന് താഴെയായി കുറച്ചു കാലമായി ഒരു മുഴ വളരുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പമായ മുഴ ക്യാൻസർ ആകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. ഒരു 3 മാസത്തിന് മുൻപായി അത് നന്നായി ചുമന്നു വരുന്നതായി കാണപ്പെട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മധ്യഭാഗത്തായി ഒരു കറുത്ത പൊട്ട് പോലെ പ്രത്യക്ഷപ്പെട്ടു. ഞാനതിനെ ബലമായി ഞെക്കി നോക്കി. ആ കറുത്ത പൊട്ട് മാറി പേസ്റ്റ് രൂപത്തിലുള്ള ഒരു പദാർത്ഥം പുറത്തു വന്നു. പിന്നെ എല്ലാ ദിവസവും ഞാൻ സ്ഥിരമായി അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായി ഇല്ലാണ്ടായി. മൂത്രത്തിൽ മുഴകളെ മാറ്റുവാനുള്ള പവർ ഉള്ളതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 20 വർഷമായി ഞാൻ സ്ഥിരമായി കണ്ണട ഉപയോഗിക്കുന്ന ആളാണ്. 4% പവറുള്ള ഗ്ലാസ്സാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ കണ്ണട പൂർണ്ണമായി ഒഴിവാക്കി. പത്രം വായിക്കുവാനും എഴുതുവാനും കണ്ണടയുടെ ആവശ്യമില്ല. എല്ലാം കൊണ്ട് യൂറ്റി എനിക്കൊരു അനുഗ്രഹമായി. സ്വമൂത്രപാനം അമൃതമായി എത്തിച്ചേർന്നത് എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. ഇപ്പോഴും നടക്കുന്നതിനും യാത്ര ചെയ്യുന്നതിനും വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. ഈ കഴിഞ്ഞ മാസം കണ്ണൂരിൽ നടന്ന സെമിനാറിൽ വിജയൻ സാറും കൊല്ലം തുളസി സാറിനും മണികണ്ഠൻ, മാർട്ടിൻ എന്നിവർക്കൊപ്പം പോകാനും പങ്കെടുക്കുവാനും കഴിഞ്ഞു. നാരായണ മാഷിനോടും വിജയൻ സാറിനോടും കൊല്ലം തുളസി സാറിനോടും എന്നെ പടുകുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റിയ എല്ലാവരോടും യൂറിൻ തെറാപ്പി കുടുംബത്തിലെ സകല അംഗങ്ങളോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര തിരുപുറം ദേശത്ത് വെള്ളമൂടിയിൽ ശിവകുമാറാണ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ രോഗശമന വിവരങ്ങളും യൂട്ടി അനുഭവവും അറിയിച്ചിരിക്കുന്നത്.